നേരത്തെ പറഞ്ഞില്ല, ഔപചാരികതയുടെ കാര്യമില്ല. പക്ഷെ നമ്മൾ ഇപ്പം സംസാരിക്കുമ്പോൾ 2019 വന്ന കല്യാണി ആണ്. അപ്പം അതിനെക്കുറിച്ച് 6 വർഷത്തിന് ശേഷം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു യാത്രയുണ്ട്. ഏത് പുസ്തകത്തിനും ഒരു ജീവിതമുണ്ട്. അതിൻ്റെ ജീവിതം, കല്യാണിയുടെ അരവ്യാഴവട്ടത്തെ ജീവിതം മലയാളിയുടെ വായനാ ലോകത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ പറയാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ പുസ്തകം സഞ്ചരിച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ പറയാമെന്നാണ്. ഇവിടെയുള്ള ആൾക്കാർ അറിയാം, ഫേസ്ബുക്കിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു നോവൽ എന്നുള്ള രീതിയിലല്ല, അത് കുറേ കുറിപ്പുകൾ എന്നുള്ള രീതിയിലാണ് ഉണ്ടായി വന്നത്. ആൾക്കാർ ഇടപെട്ടു അതിനകത്ത്. ഇപ്പോഴും അത് FBയിൽ അതെങ്ങനെ ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് എഴുതി പൂർത്തിയാക്കിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അത് ഈ വെള്ളത്തിൽ ഇറങ്ങിയ ഒരവസ്ഥയായിരുന്നു. അതായത് അടുത്ത് തന്നെ ഒരു കരയുണ്ട് എന്നുള്ളതിൽ തുഴഞ്ഞ് നീങ്ങുമായിരുന്നു. അത് ഏത് ഘട്ടത്തിലും നിന്ന് പോകാമായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ശരിക്കും തുടങ്ങി വെച്ചത്. അപ്പം ഇപ്പോഴും ഓരോരുത്തർ അതിൻ്റെ അനുഭവങ്ങൾ പറയും. ഇതൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരികയാണ് FBയിൽ. അപ്പോൾ എപ്പോഴും ഓർമ്മയുണ്ട്, അതിനകത്തൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കഥാപാത്രമല്ല അത് വന്നത്. ശരീരം ഒന്ന് പറയുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ സവിശേഷത ഒന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു കറുത്തിട്ട് മെല്ലിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് ഒരു കഥാപാത്രത്തെക്കുറിച്ച്. അപ്രധാന കഥാപാത്രമാണ്. ദാക്ഷായണി കൊല്ലത്ത് എന്നിട്ട് അവിടെ കണ്ടുമുട്ടുന്നൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ അത് FBയിൽ വന്ന ഉടനെ എനിക്ക് ഒരാൾ മെസ്സഞ്ചറിൽ സന്ദേശം അയക്കുന്നു, കറുത്ത് മെല്ലിച്ചാന്നൊക്കെ എന്തിനാണ് എഴുതുന്നത്, അങ്ങനെ എഴുതാൻ പാടില്ല, പുതിയൊരു കാലത്തിൻ്റെ ബോധ്യത്തിന് അത് നേർക്കുന്നതല്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു, നോവലല്ലല്ലോ എഴുതുന്നത്, കുറിപ്പാണ്. പക്ഷേ കഥാപാത്രത്തിൻ്റെ സാഹചര്യം അത്രയേ ഉള്ളൂ. അത് കറുത്ത മെല്ലിച്ച ഒരാളായാലും എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ പലതും ആലോചിച്ചു. പക്ഷേ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം അപ്പോഴാണ് ഉണ്ടായത്. അത് എഴുതുന്ന ഓരോ വാക്കും ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മളൊരു വീക്കിലിയിൽ എഴുതുന്ന പോലെയല്ല, ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പൊതുസ്ഥലത്ത് ഈ സംഗതി എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളും കുറിച്ച് നമ്മൾ ബോധവതി ആയിരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 1-2 സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ണൂർ മാതൃഭൂമി ബുക്ക് സ്റ്റോളിൽ വെച്ച് ഞങ്ങൾ കണ്ടപ്പോഴാണ് എന്നോട് ഈ അനുഭവം പറയുന്നത്. 1-2 പേർ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിതാ വെറുതെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മറ്റേ മെസ്സഞ്ചറിൽ അങ്ങനെ സാധനങ്ങളൊന്നും എഴുതി അയക്കരുത് അവൾക്ക്, കാരണം നിർത്തും. അതാണ്, അതായത് ആ സംഭവം ഉണ്ടാവില്ല പിന്നെ. കാരണം പൊതുവേ മടിച്ചിയാണ്, ആത്മവിശ്വാസം കുറവാണ്, നോവലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എഴുതി തീർക്കണം എന്നൊന്നും ചിലപ്പോൾ ഇതോടെ നിർത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതൊന്ന് പുസ്തകമായി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വിമർശനമോ ഉന്നയിച്ചോ, പക്ഷേ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദയവേത് വെറുതെ വിടണം എന്ന് 1-2 സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞതായി കണ്ണൂർ മാതൃഭൂമിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ വലിയൊരു കാര്യമാണത്. കാരണം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസമാണെന്നാണ് ഞാൻ അന്നും ഇന്നൊക്കെ വിചാരിക്കുന്നത്. അതില്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് വെച്ചിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് കേരളത്തിലെ മധ്യവർഗ്ഗക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മ വെച്ചിട്ട് പോകാനുള്ള കാരണമാണ് അന്വേഷിക്കുക. എങ്ങനെ ഇത് നിർത്താം? അത് ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ എങ്ങനെ നിർത്താം എന്ന് ആലോചിക്കുന്ന പോലെ തന്നെ ഒരു പരിപാടിയാണത്. നമുക്കിത് എന്നാൽ പിന്നെ നമുക്ക് നിർത്തിയാലോ, നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ വരും. അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അറിയാം. അതായത് അവിടെ പോയി 3 മണിക്കൂർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്താൽ പോരെ. ഡോക്ടറോട് ചോദിക്കുമല്ലോ, ഡോക്ടറെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ വീട്ടിൽ കിടന്നാൽ പോരെയെന്ന്. അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് എഴുത്തിലും പ്രവർത്തിക്കും ചിലപ്പോൾ. എന്നാൽ പിന്നെ ഉണ്ടാതിരിക്കാമല്ലോ, സ്വൈര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ബാഹ്യമായിട്ടുള്ള കുറേ പിന്തുണയുടെയും കൂടി ആവശ്യമുണ്ട് ഒരു സ്ത്രീക്ക് എഴുതി വരാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മവിശ്വാസം തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി തന്ന എല്ലാ മനുഷ്യരോടും എനിക്ക് നന്ദിയുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് 5 വർഷത്തിന് ശേഷം ആണെങ്കിലും ആത്രേയകം എന്ന് പറയുന്നൊരു നോവലുമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ വരവുണ്ടാവില്ലായിരുന്നു. മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒരാളും അനിവാര്യരല്ല എന്നുള്ളതാണ് മലയാളത്തിൻ്റെ എന്നല്ല ഏത് ഭാഷയിലെ എഴുത്തിനെയും സംബന്ധിച്ചുള്ളൊരു പ്രസക്തമായ കാര്യം. ആരെങ്കിലും ഒരാളല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവും. ഭൂമിക്ക് കിട്ടിയ വരത്തെക്കുറിച്ച് പുരാണത്തിൽ സൂചനയുണ്ട്. അത് കുഴിഞ്ഞ ഇടം നികരും എന്നുള്ളതാണ്. കുഴിഞ്ഞ ഇടം നികരും. അതുപോലെ തന്നെയാണ് ഒരാളില്ലെങ്കിൽ അടുത്തയാൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ആരും തന്നെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരല്ല. എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മേഖലയിൽ നമ്മുടേതായിട്ടുള്ളൊരു ഇടം കണ്ടെത്തി വരിക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വെല്ലുവിളിയുള്ള ഒന്നാണ്. അപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടാണ് കല്യാണി ഉണ്ടാവുന്നത്. ഇപ്പോഴും
മാതൃഭൂമിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇതിപ്പം അന്ന് സുരേഷ് ഏട്ടൻ കളിയായിട്ടാണെങ്കിലും ചോദിച്ചത് എപ്പോഴും പറയും എന്നോട്, എത്ര കോപ്പി അടിക്കണം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞൊരു 100 കോപ്പി അത് മതിയാവും. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ മാതൃഭൂമി പോലൊരു പബ്ലിഷിംഗ് ഹൗസ് 100 കോപ്പി ആയിട്ടൊന്നും പുസ്തകം അടിക്കില്ല എന്നുള്ള വിവരമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഫേസ്ബുക്കിൽ നിന്ന് ഈ സാധനം കോപ്പി ചെയ്ത് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വായിച്ച് കഴിഞ്ഞൊന്ന് അത് പുസ്തകമായാൽ ആര് സ്വീകരിക്കും എന്നുള്ളൊരു ആശങ്കയുടെ മുകളിലാണ് ആ 100 കോപ്പി പ്രയോഗം ഉണ്ടായത്. അതിപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട്. ആ 100 കോപ്പിയിൽ നിന്നാണ് കല്യാണിയും ഇപ്പോൾ ഏകദേശം 35ാമത്തെ പതിപ്പന്നെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അപ്പം എങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു. പിന്നെ അക്കാഡമിക്കായിട്ടുള്ള പഠനങ്ങൾ വളരെ കുറച്ച് മാത്രം വന്നിട്ടുള്ളൊരു പുസ്തകമാണ് കല്യാണി. അതായത് പൊതുവെ അതിനത്തരത്തിലുള്ളൊരു സമീപനമാണ് അതിനോട് മലയാളത്തിൻ്റെ അക്കാഡമിക് രംഗത്ത് ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമുക്കത് നിർബന്ധിക്കാനൊന്നും പറ്റില്ല ആരെയും. എൻ്റെ പുസ്തകത്തിനൊരു പഠനം എഴുതി തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരാളിനെയും സമീപിക്കേണ്ട കാര്യമില്ല. ഒരു പുസ്തകം സ്വന്തം നിലയ്ക്ക് സംസാരിക്കും. അതിന് നിലവിലൊരു ആമുഖമുണ്ട്. പുസ്തകം കണ്ടിട്ടില്ല, അതായത് പുസ്തകം വായിക്കുന്ന ആൾക്കാർ പോലും അതിൽ ആമുഖം കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു കലാപരിപാടിയും കൂടി ഉണ്ട് പിന്നെ കേരളത്തിൽ. പിന്നെ പുസ്തകം വായിക്കാതെയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും. അതൊരു തനത് കലയാണ്. അതും ആൾക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏർപ്പാടുകളോടൊക്കെ മത്സരിച്ചുകൊണ്ടാണ് ഒരു പുസ്തകം ഇന്ന് കേരളത്തിൻ്റെ വായനാ ലോകത്ത് നിൽക്കുന്നത്. അപ്പോൾ പുസ്തകം വായിക്കാതെ എങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താമെന്നുള്ളത് അറിയണമെങ്കിലും സോഷ്യൽ മീഡിയ നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതിയാവും. ഈ പുസ്തകാഭിപ്രായത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിരൂപണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ പുസ്തകത്തോടുള്ള സമീപനങ്ങളുടെ കാര്യത്തിലോ ഒന്നും സോഷ്യൽ മീഡിയ ഒരു അവസാന വാക്കല്ല. നമുക്ക് അഭിപ്രായം പറയാനുള്ള ഇടം എന്ന് മാത്രമേ അതാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടംപോലെ വായനക്കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങളാണ് ആത്രേയകവും കല്യാണിയും. പക്ഷെ അത് നിരൂപണ വിമർശന വിഭാഗങ്ങളിൽ പെടുന്ന ലേഖനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് എന്തുകൊണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. വായനക്കുറിപ്പുകൾ നിരൂപണങ്ങളല്ല, വായനക്കുറിപ്പുകൾ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. ഒരു പുസ്തകത്തെ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഇടർച്ചകൾ, ആ പുസ്തകത്തെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം, അതെവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്, മലയാളത്തിൻ്റെ നോവൽ ചരിത്രത്തിൽ അതിനെ എവിടെ വയ്ക്കണം, അതിൻ്റെ റിലവൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ വളരെ യുക്തിഭദ്രമായിട്ട് വിശദീകരിക്കുമ്പോഴാണ് ഒരു വിമർശനവും നിരൂപണവും ഒക്കെ ഉണ്ടാവുന്നത്. അതെപ്പോഴും അനുകൂലമായിട്ട് പറയണമെന്ന സാധനമൊന്നും ആണെന്നില്ല, എതിരായിട്ടും പറയാം. എന്തൊക്കെയാണ് അത് എതിരായിട്ട് വന്നെങ്കിൽ മാത്രമേ കുറേ കൂടി എൻഗേജ് ചെയ്യപ്പെടുള്ളൂ എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത്തരത്തിലുള്ള ചില ചട്ടക്കൂടുകളുണ്ടാവും. വിമർശന നിരൂപണങ്ങൾക്കൊരു ചട്ടക്കൂടുണ്ട്. ചില പുസ്തകങ്ങൾ അതിനകത്ത് നിൽക്കാൻ മടിക്കും. അപ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യും. ഉദാഹരണത്തിന് OV വിജയൻ പറയുന്നൊരു കാര്യമുണ്ട്. പ്രൊഫസർ M കൃഷ്ണൻ നായർ ഖസാക്കിൻ്റെ ഇതിഹാസം നല്ല പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കൃഷ്ണൻ നായർ തന്നെ ധർമ്മപുരാണം ഒരു മോശപ്പെട്ട നോവലാണെന്നും പറഞ്ഞു. അതൊരു നമ്മുടെ മലയാള സാഹിത്യ ചരിത്രത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ OV വിജയൻ അറ്റൻഡ് ചെയ്തൊരു രീതിയുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് ശരിയാണെന്നാണ്. അതായത് അത് അധമഭാവത്തിലുള്ളൊരു കൃതിയാണ് എന്ന് തന്നെ അത് ധർമ്മപുരാണത്തിൻ്റെ റൈറ്റർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാരണവും അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നു. അതായത് മൊത്തം നമ്മുടെ വ്യവസ്ഥിതിയോടും രാഷ്ട്രീയത്തോടും ദാർശനിക മേഖലയിൽ വന്നിട്ടുള്ള ആ ഒരു ഇടിവിനോടുമൊക്കെയുള്ള പ്രതികരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു വ്യവസ്ഥിതി ചീഞ്ഞു നാറി വരുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെട്ട അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം മെനക്കെട്ട മനുഷ്യർക്കൊരു വിശ്വാസ തകർച്ച വരും. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസ തകർച്ചകളുടെ ഭാഗമായിട്ട് അവർക്കൊരു പിൻവലിവുണ്ടാവാം. അപ്പം മനസ്സിലിങ്ങനെ വല്ലാത്ത തരത്തിലൊരു അധമവികാരങ്ങൾ, അത് അധമവികാരം എന്നുള്ള വാക്കിനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അതിങ്ങനെ തിങ്ങിക്കൂടും. അപ്പോൾ അതൊന്ന് പുറത്തു പോകണം. അതൊരു കഥാർസിസാണ്. അങ്ങനെ പുറത്തു പോകാനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ ആ നോവലിനെ കണ്ടത്. ആ അർത്ഥത്തിൽ കൃഷ്ണൻ നായർ പറഞ്ഞത് ശരിയാണ് എന്ന് വിജയൻ അതിനെ നേരിടുന്നുണ്ട്. അതിനെ ശരിക്കും അതിനെ നേരിടുക എന്നല്ല, അതാണ് എൻഗേജ് ചെയ്യൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഒരു വിമർശനത്തെ നേരിടേണ്ടത്. കാരണം പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ നായരാണെങ്കിലും വിജയനാണെങ്കിലും ആ ഒരു പ്രസ്താവന നടത്തുന്നത് ആ കൃതിയോട് പാലിക്കേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മാന്യതയും ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഒരു വിമർശനം ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ അതിൻ്റെ ചോട്ടിൽ വരുന്ന അല്ലെങ്കിലും എനിക്കറിയാം ആത്രേയം ഒരു ചവറ് കൃതിയാണ്, ഇങ്ങനെയാണ് അതിൻ്റെ അടിയിൽ കമൻറ്റ് വരിക.
ഈ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഉദാഹരണം പറയുമ്പോൾ സ്വന്തം നോവലിൻ്റെ പേര് പറയണം, അതാണ് അതിൻ്റെ ഒരു മാന്യത. വേറൊരു നോവലിൻ്റെ പേര് പറഞ്ഞാൽ ഇത് മൊത്തം ഇതിൻ്റെ സിലബസ് മാറും. അപ്പോൾ പിന്നെ ഇതാണ് അതിൻ്റെ രീതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണ്, ആത്രേയകത്തിന് പ്രത്യയശാസ്ത്രപരമായ ഇടർച്ചയുണ്ട് എന്ന് വിമർശകൻ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ അത് തല്ലിപ്പൊളി കൃതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വിമർശനത്തെ എൻഗേജ് ചെയ്യുന്നത് അത് മറ്റുള്ള ആൾക്കാർ. അത്തരത്തിലുള്ള നിരൂപണ പദ്ധതികൾ കൊണ്ട് കാര്യമില്ല. വിമർശകൻ പറഞ്ഞതെന്തോ, എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഷെയർ ചെയ്തതെന്തോ, അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഗതി വേറെ എന്തോ. ഈ അവസാനത്തെ സാധനത്തിന് വായനയുമായോ എഴുത്തുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോഴാണ് ഈ കല്യാണി എങ്ങനെയാണ്, ഞാനതാണ് പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഒരു നോവലിനെ സ്വീകരിക്കേണ്ടത്, അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്. ആ പറച്ചിലിൻ്റെ അക്കാഡമിക് തലം വല്ലതും ഉണ്ടെങ്കിൽ, അതിനകത്ത് നമുക്ക് മെച്ചപ്പെടുത്താനുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുമായി നമ്മളിപ്പം ഒ വി വിജയൻ്റെ ലേഖനങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും എങ്ങനെയാണ് അത് ഒരു സാഹിത്യത്തിനൊരു സ്വത്തും ഒരു ഭാഷാ സ്വത്തും രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ആത്മവിശ്വാസക്കുറവ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, എഴുത്തുകാർക്കും അതുണ്ട്. എഴുത്തുകാർക്ക് അതുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പുറമേ ഉള്ളത് മാത്രമാണ് ഏറ്റവും മികച്ചതെന്ന് വിചാരിക്കും. നിരൂപകർക്കും ആ ധാരണ ഉണ്ടാവും. അപ്പം അവർക്കും ഈ പ്രശ്നമുണ്ട്, പുറമേ ഉള്ളതാണ് ഏറ്റവും മികച്ചതെന്ന് അവരും കരുതും. നമ്മുടെ കൃതികൾ മോശപ്പെട്ടതാണെന്ന് അവർ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അത് വിജയൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം അതേപോലെ തന്നെ ഇത്രയും കാലത്തിന് ശേഷവും മലയാളത്തിൽ ബാധകമാണ് എന്നുള്ളതാണ്. അതായത് നല്ല വായനകളും നല്ല വിമർശനങ്ങളും എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ചെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അത് ആ നോവലിനോട് കാണിക്കാവുന്നൊരു നീതിയാണ്. അപ്പോൾ ഇപ്പം 50,000 കോപ്പി അല്ലെങ്കിൽ 60,000 കോപ്പി പിന്നിട്ട് കഴിയുമ്പം എവിടെയാണ് എന്നിട്ടും ആ നോവലിൻ്റെ സ്ഥാനം എവിടെയാണ് നമ്മൾ തപ്പി നടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഗ്യാപ്പിൻ്റെ കാരണം എന്നുള്ളത് ഒരു പക്ഷേ നമ്മളൊന്നും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് ഞാൻ. രണ്ടാമത് ആത്രേയകം വരുമ്പം ആദ്യത്തേത് പ്രാദേശിക ഭാഷയായിരുന്നു അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. കണ്ണൂരിൻ്റെ 50 വർഷത്തെ ദേശചരിത്രം, അവിടുത്തെ ഭാഷ, അവിടെ രാഷ്ട്രീയം, നിലവിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അതിൻ്റെ പരിണാമം, അതിനകത്ത് വന്നിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾ, സ്ത്രീകളുടേതായിട്ടുള്ളൊരു കാൽപ്പനിക ചരിത്രത്തിൻ്റെ നിർമ്മിതി, അത്തരം കാര്യങ്ങളൊക്കെയും അഡ്രസ്സ് ചെയ്തു പോയിട്ടുണ്ട്. ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്, ബാബറി മസ്ജിദ് തകർത്തത്. അപ്പം ശൂരനാട് കലാപം പോലുള്ള ചരിത്ര സംഭവങ്ങൾ ഇത് മുഴുവനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് കല്യാണി എഴുതിയത് എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ പറയും, എന്നോട് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആത്രേയകത്തിന് ഒരുപാട് റിസർച്ച് വേണ്ടി വന്നിട്ടുണ്ടല്ലോ, പക്ഷേ കല്യാണി വളരെ പ്ലെയിനായിട്ട് എഴുതി വന്നല്ലേന്ന്. അപ്പോൾ കല്യാണി കാണുമ്പം പ്ലെയിൻ ആണെങ്കിലും അതിനകത്ത് തീർച്ചയായിട്ടും വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അനുഭവം. അപ്പോൾ അതിനൊരു പരിധിവരെ ഞാൻ തന്നെ ഉത്തരവാദി. കാരണം ഞാൻ എല്ലാ സ്റ്റേജിലും കയറിയിട്ട് 75 ദിവസം കൊണ്ട് ഞാൻ എഴുതിയ നോവലാണ് അതെന്ന് ഈ 5 കൊല്ലം ഞാൻ പറഞ്ഞു നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെന്താണ് കഴിഞ്ഞ 5 കൊല്ലം ചെയ്ത് വെച്ചതെന്നും കൂടി നമ്മൾ നോക്കണമല്ലോ. എല്ലായിടത്തും പോയിട്ട് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും 75 ദിവസം കൊണ്ട് എഴുതിയെന്ന് പറയുമ്പം കൃഷ്ണൻ നായരും ഒ വി വിജയനും അല്ലല്ലോ നാട്ടുകാർ മുഴുവനും. കൃഷ്ണൻ നായർ പറഞ്ഞ എന്താ ഒ വി വിജയൻ ഉൾക്കൊണ്ടത് എങ്ങനെയാണ്, അദ്ദേഹം അതിനെ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് വേറൊരു കാലത്തെ കാഴ്ചയാണ്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മളിത് പറഞ്ഞാൽ അപ്പം തന്നെ 75 ദിവസം കൊണ്ട് എഴുതിയ പിന്നെ അത്ര ഉണ്ടാവുള്ളൂ, അത് വെറും അങ്ങനെ ഒരു സാധനമായിരിക്കും. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് കല്യാണിയെ സംബന്ധിച്ചിടത്തോളം. അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള പണി ഞാൻ തന്നെയാണ് എടുത്ത് വെച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഫേസ്ബുക്കിൽ എഴുതി അനായാസമായി എഴുതി എന്ന് പറയുന്നൊരു സംഗതി ഒരു പക്ഷേ ആ നോവലിൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും എപ്പോഴും ഇനി അതിൻ്റെ കവറിൻ്റെ മുകളിലെ ടാഗിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കിയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇത് നമ്മളൊരു 5 കൊല്ലം മുമ്പ് നമ്മളൊരു വാക്യം വായിക്കുന്ന പോലെയല്ല 5 കൊല്ലത്തിന് ശേഷം ഒരു വാക്യം വായിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോഴാണ് നേരെ തമ്പനയിലിട്ടിട്ടും കൊടുക്കും, ധർമ്മപുരാണം ഒരു അധമകൃതി ഒ വി വിജയൻ, ഇങ്ങനെ തന്നെ കൊടുത്തേനെ. കാരണം അന്ന് അതില്ലാത്തത് കൊണ്ട് അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എഴുതുന്ന വാക്യങ്ങൾ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാമെന്നും കൂടി ചിന്തിക്കേണ്ട ഒരു ബാധ്യത എഴുത്തുകാരുടെ തലയിലിപ്പം പുതുതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളെയും നിരൂപണങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ അതായത് വരുന്ന സമയത്തുള്ളതിനെ അപേക്ഷിച്ച് അത് വായിക്കപ്പെട്ടതിൻ്റെ ഒരു ഹിസ്റ്ററി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി എളുപ്പമാണ് എവിടെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ
എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് വരുന്ന മെയിലുകൾ ഈ പുസ്തകം വാങ്ങിയിട്ട് ആത്രേയം വാങ്ങിയപ്പോൾ അതിൻ്റെ കവറിൽ തന്നെ തെറ്റ് എന്നാണ് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത്. അമ്മ ആത്രേയത്തിൻ്റെ കവറിൽ ആകെപ്പാടെ 4 അക്ഷരം അതുള്ളത് ഇങ്ങനെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളതിനെ എടുത്ത് നോക്കി. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും വരായ ആ നോവലിൻ്റെ മറ്റേ നോവലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കഥ എന്നാണുള്ളത്. ഞാൻ പ്രശ്നം എന്നാ കുഴപ്പം, അതും എൻ്റെ കുഴപ്പമാണ്. കാരണം ഞാൻ എഴുതിയ നോവലിൻ്റെ പേരങ്ങനെയാണ്. അപ്പം പിന്നെ പുൽമോനിയെന്നും ഗോരുണയെന്നും ആ സ്ഥാനത്തിലേക്ക് പോകും. ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്നറിയാത്ത മനുഷ്യരോട് സംവാദത്തിന് പോകാതിരിക്കുന്നതാണ് അത്തരം കേസുകളിൽ നല്ലത്. അത്രയേ ഉള്ളൂ. അതായത് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അതറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് അത്രയും ചോദ്യങ്ങൾ എൻഗേജ് ചെയ്യാനോ അതിനോട് മറുപടി പറയാനോ പോവില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ട് അത്രയും മനസ്സമാധാനമുണ്ട്. പക്ഷേ ആ ടൈറ്റിൽ ഇപ്പോഴും പ്രശ്നത്തിലാണ്. ആ ടൈറ്റിൽ പ്രശ്നത്തിലാവില്ല. അതിൻ്റെ ആമുഖത്തിൽ എൻ ശശിധരൻ മാഷ് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആമുഖം റോമൻ ലെറ്റർ പേജ് 5 അതിൽ എഴുതിയിട്ടുണ്ട് 50 വർഷം ഇത് പിന്നെ എന്താണ് ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ഈ പേരിൻ്റെ ഏകദേശം ഇതേ പേരിലുള്ള ഒരു കൃതിയോടുള്ള ആ ശീർഷകത്തിൻ്റെ സാമ്യം 2 കാലഘട്ടങ്ങളിലെ മനുഷ്യ പരിചരണത്തിൻ്റെ രാഷ്ട്രീയത്തെ വെളിവാക്കുന്നുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണൂല. അത് കാണാണ്ട് ഇതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഫോട്ടോയും ഒരു പ്രകടനമാണ്. അപ്പോൾ ഇതാണ്, അതായത് നോവലിനെ സമീപിക്കുന്ന 1500 പേരുള്ളതിനെക്കാട്ടിലും ഭംഗിയായിട്ട് അതിനെ വായിക്കുന്ന 5 പേരുണ്ടാകുന്നതാണ് നോവലിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വായനാ വസ്തുവായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകം ഏത് തരത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പണ്ട് അത് അന്വേഷിക്കൽ എഴുത്തുകാരുടെ വിഷയമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് വിഷയമാണ് എന്നാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടിത് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓരോ വേദികളിൽ പോയിരുന്ന് സ്വന്തം പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അതിനോട് ഞാനൊരു പകുതി വരെ യോജിക്കുന്നുണ്ട്. സ്വന്തം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു അയുക്തിയുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ വിശദീകരണം. ഇപ്രകാരമാണ് ഒരു സംഗതി സ്വീകരിക്കപ്പെടുന്നത്. പിന്നെ ഉള്ളത് ആത്രേയം ഇപ്പോൾ എത്ര പതിപ്പായി എന്നൊരു ചോദ്യം. അപ്പം 30 തോന്നും എന്ന് നമ്മൾ അതിന് മറുപടി പറയും. അപ്പം കല്യാണി ഒരു 32-33 ആയിട്ടുണ്ട്. കല്യാണിനെ മറികടക്കാൻ പറ്റൂല. അതൊരു പ്രത്യേക തരത്തിലുള്ള അല്ല, കല്യാണിയെ മറികടക്കാൻ പറ്റില്ല. ആത്രേയം കല്യാണിയെ മറികടക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെയാണ്. അതല്ല, കല്യാണിയാണ് നിങ്ങളുടെ നല്ല നോവൽ. ആത്രേയം അത്ര പോരാ. ആ ഫോൺ വെച്ച് കഴിയുമ്പോൾ അടുത്തത് വരും. ആത്രേയത്തിനകത്ത് കുറേ നല്ല വർക്കുകളും കാര്യങ്ങളുണ്ട്. കല്യാണി വെറും ചവറ്. ഇത് രണ്ടിനോടും നമ്മൾ സ്നേഹത്തോടെ പ്രതികരിക്കും. അതിനാണ് ഭിന്നരുചി എന്ന് പറയുന്നത്. അപ്പം ഭിന്നരുചിയുള്ള എല്ലാ മനുഷ്യരും കൂടിയാണ് വായിച്ചിട്ട് ഈ സാധനങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഒറ്റ കാര്യം കൂടി പറയാം. ഈ കല്യാണി ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഥാകൃത്തും നിരൂപകനൊക്കെ ആയിട്ടുള്ള എം എ റഹ്മാൻ മാഷ് എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് അവസാനിപ്പിക്കൊന്നും വേണ്ട, അത് കുറേ കഥകളാണ്, അങ്ങനെ ആവാം, അങ്ങനെ ഓരോ ഖണ്ഡവും ഓരോ ചെറു കഥകളായിട്ട് പോകാം, അങ്ങനെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പം ഇതിൻ്റെ അവസാനം ഇന്നതാണ്. ഈ ചില 80കളിലെ മലയാള സിനിമയിൽ അവസാനിക്കുന്ന മാതിരി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ചിരിച്ചു പിരിയേണ്ട ആവശ്യം നോവലിനില്ല. അതിനൊരു ഫലശ്രുതിയൊന്നും വേണ്ട, അതങ്ങനെ പോട്ടെ എന്ന് പറയുന്നുണ്ട്. കഥ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നല്ല. അത് ശരിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ് കഥയും കഥാപാത്രങ്ങളും. അല്ലാതെ ആ കഥയുടെ ഫലശ്രുതി അറിയിക്കലോ ആ കഥാപാത്രത്തിൻ്റെ ജീവിത പരിണാമത്തിലേക്ക് എത്തലോ ഒന്നുമല്ല. അത് നമ്മളല്ലാതെ പുറത്തുള്ള എല്ലാ നോവലുകളും ആ തരത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞു. അതായത് കഥ പറയുക. അല്ല, പാമുക്കൊക്കെ കാര്യം പറയുന്നുണ്ട്. പാമുക്ക് പറയുന്ന കഥാപാത്രത്തിനെ നായകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ജീവിത ദർശനത്തിലേക്ക് എത്താൻ, നമ്മുടെ ഒരു മനോഭാവത്തിലേക്ക് അതിന് വെളിച്ചം വീശാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾ ചിത്രീകരിക്കാൻ നിങ്ങൾക്കൊരു നായകനാവാം, ഒരു ഇടർച്ച ചിത്രീകരിക്കാൻ വേണ്ടി. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ രവി ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖസാക്കിൻ്റെ ഇതിഹാസം രവിയുടെ കഥയല്ലാത്ത, അല്ലെങ്കിൽ അത് രവിയുടെ കഥയാവും. അതുകൊണ്ടാണ് ഖസാക്ക് ആധുനികത മലയാളത്തിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത നോവലാണ് നമ്മൾ പറയുന്നത്. വെറുതെ പറയല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാപ്പിച്ച മുല്ലാക്കയുടെ കഥയാണ്, ഷെയ്ഖ് തങ്ങളുടെ കഥയാണ്, കുഞ്ഞാമനയുടെ കഥയാണ്, മൈമുനയുടെ കഥയാണ്
രവിയുടെയും കഥയാണ്, സ്വാമിനിയമ്മയുടെ കഥയാണ്. പക്ഷെ അത് ആരുടെയും ഒറ്റയ്ക്കുള്ള കഥയല്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ പിന്നെ കൃത്യം വിജയൻ തന്നെ അതിനുള്ള ഒരു ഇതും കൂടി പറയുന്നുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം വള്ളാപ്പിച്ച മൊല്ലാക്ക പള്ളിയിലിരുന്ന് കുട്ടികളോട് പറഞ്ഞു, ഒരു പലകയിലിരുന്നിട്ട്. അവിടെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന വാക്ക് OV വിജയൻ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പം അതിനകത്ത് നോവലിസ്റ്റ് തന്നെ ഒരു അതിൻ്റെ ലക്ഷണം സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഖസാക്കിൻ്റെ ഇതിഹാസമാണ് പറയുന്നത്, അല്ലാണ്ട് രവിയുടെ കഥയല്ല എന്നുള്ളത്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ സ്വത്വബോധത്തിൽ വന്നിട്ടുള്ള ഇടർച്ചകളെ എവിടെയാണ് സൂചിപ്പിക്കാൻ പറ്റുക, അത് എവിടെ കൊണ്ടുവന്ന് വെച്ചാലാണ്, അതൊരു ഖസാക്ക് പോലത്തെ ഒരു സാങ്കല്പിക സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഖസാക്ക് ഇതന്നെയാണ്, ഖസാക്കിലുള്ള മനുഷ്യർ ഞങ്ങൾ തന്നെയാണെന്ന് ആർക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സാങ്കല്പിക ഭൂപ്രദേശം വിജയൻ സങ്കല്പിക്കുന്നത് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ രവി പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുരുഷൻ്റെ, അത് നമുക്ക് പറയാം, വളരെ നോർമലി പറയാവുന്ന സാധനമാണ്. അയാളുടെ സ്വത്വ സംഘർഷങ്ങളും ആ ഒരു പരാജയ ബോധവും ഒക്കെ കൂടി, ശരിയേത് തെറ്റേതെന്നുള്ള കലക്കവും ഒക്കെ കൂടി പിന്നെ സമ്മേളിക്കുന്ന ഒരു ബിന്ദുവുണ്ട്. അയാളുടെ ഒരു വല്ലാത്ത ദാർശനിക പ്രതിസന്ധിയുണ്ട്. അതിനെയാണ് കാണിക്കുന്നത് ഖസാക്കിൽ. രവി അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്, അല്ലെങ്കിൽ അത് രവിയുടെ കഥയാവും. അപ്പം അങ്ങനെ നമ്മുടെ നോവലുകൾക്ക് നിലനിൽപ്പില്ല എന്നാണ് പാമുക്ക് പറയുന്നത്. അതേ സാധനമാണ് പുതിയ നോവലുകൾ മുഴുവനും മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മരിയ വെറും മരിയയിൽ മരിയയുടെ കഥയല്ലത്. മരിയ പറയുന്ന സമയത്ത് മരിയയുടെ ലോകത്തെടുത്ത് തലകുത്തി വെച്ചേക്കുന്ന കാണാം മരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ. അതായത് ലോകം ഇങ്ങനെ അതിൻ്റെ തലതിരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ആ കാഴ്ച. അതിന് നല്ല ഭംഗിയുണ്ട് ആ കാഴ്ചയ്ക്ക്. അപ്പോൾ 7 വയസ്സുള്ളൊരു കുട്ടി ലോകത്തെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പുറത്തുള്ള എല്ലാ വിദേശ നോവലുകളിലും വളരെ കാര്യമായ കാര്യമാണ്. ഒപ്പം അതേപോലെ ലളിതമായ ഭാഷയും, അതും അത്തരത്തിൽ എലന ഫെറാൻഡോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ ഭാഷാപരമായിട്ടുള്ള പ്ലേകൾ ഒഴിവാക്കിക്കൊണ്ട് കുറേ കൂടി ഋജുവായിട്ടുള്ള ആഖ്യാനം അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഘട്ടം കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പം കാണുന്നു ലാസ്ലോ ക്രാസ്നഹോർക്കായി. ഞാൻ വായിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല അത് പറയുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും കുറേ കൂടി സങ്കീർണമായിട്ടുള്ള നോവൽ ഭാഷയിലേക്കും എഴുത്തിലേക്കും മലയാളികൾ തന്നെ അത് ആവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. വല്ലാത്തൊരു എന്താ പറയുക പരിവർത്തന സന്ധിയാണിപ്പം. ഇത്രയും മലയാളികൾ ഈ ക്രാസ്നഹോർക്കായിയെ വായിച്ചിരുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ പിന്നെ റീഡബിലിറ്റിനെ കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അത് കേട്ടെടുത്തോളം. അപ്പം ഈ തരത്തിൽ വലിയ വായനയുള്ള അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളൊരു വായനാ സമൂഹമാണ് മലയാളി എങ്കിൽ നമ്മൾ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ ഒന്നും കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. കാരണം അരിക്കാൻ അറിയാം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വായനയിൽ നല്ല അനുശീലനമുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നോവലിനെ കുറിച്ച് പറയാൻ അറിയാം, നോവലിൻ്റെ ഭാഷയെക്കുറിച്ച് അറിയാം, നോവൽ എഴുത്തിൽ ആൾക്കാർ സ്വീകരിക്കാവുന്ന സങ്കേതങ്ങളെക്കുറിച്ച് അറിയാം, എന്തുകൊണ്ടാണ് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പോകുന്നതെന്ന് അറിയാം, അതിന് ഈ നേരത്തെ പറഞ്ഞ ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്താണെന്നറിയാം. അങ്ങനെയൊക്കെ അറിയുന്ന ഒരു വായനാ സമൂഹമാണ് ഫേസ്ബുക്കിലുള്ളതെന്ന് നിർഭാഗ്യവശാൽ എനിക്ക് വിശ്വാസമില്ല. ഈ കാണുന്നത് അതിൻ്റെ പ്രകടനവുമല്ല, അത് മറ്റൊന്നാണ്. ഈ നോബൽ സമ്മാനം കിട്ടിയ ആളിനെ ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നുള്ള ആ തോന്നലിൻ്റെ മുകളിൽ നിന്ന് വരുന്ന കുറിപ്പുകളാണ് അധികവും. അത് മിക്കവാറും കൃതികളുടെ കാര്യത്തിൽ ബാധകമാണ്. നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നോവൽ വായിക്കാതെ വായിച്ചു എന്ന് പറഞ്ഞ മനുഷ്യരുമായിട്ട് ഇടപെട്ടിട്ടുള്ള 1-2 അനുഭവങ്ങളുടെയും കൂടി വെളിച്ചത്തിലാണ് പറയുന്നത്. അതൊരു തരത്തിലുള്ള കാപട്യമാണ്. പുസ്തകങ്ങളുമായിട്ട് ഇടപെടുന്ന സമയത്ത് അത്തരത്തിലുള്ള കാപട്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം, അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് പോകേണ്ട ആവശ്യം ഒരെഴുത്തുകാർക്കും ഇല്ല. അത് നമ്മൾ വിട്ടു കഴിഞ്ഞു. അപ്പോൾ അതിനെ ആൾക്കാർ വായിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതുപോലത്തെ ചർച്ചകൾ വന്നിരുന്നിട്ട് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് കേൾക്കുക, അതിനോട് എന്തെങ്കിലും പൂരിപ്പിക്കാനുണ്ടേ പറയാം. ഞാൻ ആ കഥാപാത്രം മറ്റൊരു തരത്തിൽ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കഥാപാത്രത്തെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാമായിരുന്നല്ലോ, എന്തിന് ഈ തരത്തിൽ ചിത്രീകരിക്കാനാണ് ഇഷ്ടമുണ്ടായത്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞു. അത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നത് വായനക്കാരുടെ സൗകര്യമാണ്, അവർക്ക് ചിത്രീകരിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മളൊക്കെ പണ്ടും ചെറിയ ചെറിയ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പണ്ട് ഈ മംഗളം മനോരമ സാധനങ്ങൾ വീട്ടിലൊന്നും കയറ്റൂലായിരുന്നു, ഒരു രഹസ്യമായിട്ട് കിട്ടും എവിടുന്നെങ്കിലായിട്ട്. എന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സ്വന്തം സങ്കല്പിക്കും അങ്ങനെ ഇങ്ങനെ മറ്റേ രീതിയിലാണെന്നൊക്കെ. അങ്ങനെയൊക്കെ ആവാമല്ലോ, അതിനല്ലേ വായന ഭാവനയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ എന്തുവേണ്ട കഥാപാത്രം എന്താ അങ്ങനെയെന്ന് വെച്ചാൽ കഥാപാത്രം അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
അതായത് മനുഷ്യർ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 4 ദ്രുപദനെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കേണ്ടിയില്ലേനു. അത് ദ്രുപദൻ മോശം കഥാപാത്രമാണെന്ന് പറയാനല്ല, അതിനകത്ത് നിരമിത്രൻ എന്ന് പറയുന്ന കഥാപാത്രം ആ പൗരുഷത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ പെട്ടു പോകുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ട് ആണാവുക എന്ന് പറയുന്നത്, ദേശത്തിന് വേണ്ടി ആണാവുക. അയാൾ ആണോ പെണ്ണോ അല്ലാത്തൊരു മനുഷ്യനാണ്. ഈ സ്വത്ത് പ്രതിസന്ധിക്കകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അയാൾക്ക് ഉറയ്ക്കേണ്ടതുണ്ട്. അത് ഉറയ്ക്കാതെ തന്നെയും മനുഷ്യന് ജീവിതമാകാം. ഈ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റിയുമായിട്ട് അയാൾക്ക് ജീവിച്ചു പോകാൻ പറ്റും. അതിനുള്ള സ്ട്രഗിളാണ് അയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ വളരെ ശക്തിയോട് കൂടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് അയാളെ മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് ലോകത്താരും ചെയ്യും. അതായത് ഏതാണോ ഏറ്റവും ഇപ്പം സ്വന്തം കുടുംബത്തിൽ ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, ഇത് അറിയണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കീർ വിഭാഗത്തിൻ്റെ ആരെങ്കിലും, ആ പ്രതിനിധികൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു വാർത്തയോ വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലെ കമൻറ്റ് കണ്ടാൽ മതി. എത്രത്തോളം സംഹാരാത്മകമാണ് മനുഷ്യൻ്റെ മനസ്ഥിതി എന്ന് മനസ്സിലാവും. അപ്പോൾ അവരെ ഒരു തരത്തിലും ജീവിതത്തിൽ അംഗീകരിക്കുകയോ അവരുമായി ഇടപഴകുകയോ ചെയ്യുകയില്ല എന്നുള്ള രീതിയിൽ 2025 മനുഷ്യർ സംസാരിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ പല ഷോകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതെന്താണ്. ഈ മനുഷ്യർക്ക് ഒരുമാതിരി ജെൻഡർ ഫോബിയ പിടിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ട്, അങ്ങനത്തെ ഒരു കാലത്ത് നിന്നുകൊണ്ട് നമ്മളൊരു കഥാപാത്രത്തെ സമീപിക്കുമ്പം ഈ മഹാഭാരത ആഖ്യാനത്തിലുള്ള കഥാപാത്രത്തെ തന്നെ അതിൻ്റെ കഥ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അതായത് ആത്രേയകൻ നിരമിത്രൻ്റെ മാത്രം കഥയല്ലാത്തതുകൊണ്ടാണത്. അത് മറ്റൊരു കാര്യം പറയാൻ പോവുകയാണ്, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. സ്വന്തം ദേശത്ത് നിന്ന് ഇന്നോ നാളെയോ ബഹിഷ്കൃതരായി പോകുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എത്രത്തോളം അത് വിജയിച്ചു എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് പറഞ്ഞത്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പലരും പല നോവലുകളിലും ചെയ്യുന്ന സംഗതിയാണത്. സ്വന്തം ദേശമില്ലായ്മ ചെയ്യപ്പെടുന്നു, സ്വന്തം സ്വത്വത്തിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നു. അത് പലതരത്തിലും മനുഷ്യർ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കും. അപ്പോൾ അഭയാർത്ഥി പ്രശ്നങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന മൂന്നിലധികം നോവലുകൾ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. 3-4 നോവലുകൾ കാണുന്നുണ്ട്. അത് പലതരത്തിലാണ് ആ കാര്യത്തെ സമീപിക്കുന്നത്. അത് എവിടെയാണ് നമ്മളതിൻ്റെ ഊന്നൽ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗി മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കഥാപാത്രത്തിൻ്റെ കഥ പറയാൻ പോയി കൃഷ്ണയുടെ കഥ പറയുക അല്ലെങ്കിൽ നിരമിത്രൻ്റെ കഥ പറയുക അതല്ല ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇത് കൊണ്ടുവന്ന് എത്തിക്കുന്നൊരു സ്ഥലമുണ്ട്. അതൊരു സഞ്ചാരമാണ്. ഒരു റോഡ് മാത്രമാണ്. അതിൽ കൂടി നമുക്ക് സഞ്ചരിച്ച് പോവാം. ആ കാണുന്ന കാഴ്ചകളൊക്കെ ഓരോരുത്തരുടെയും കണ്ണിനെയും ഓരോരുത്തരുടെയും മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഉണ്ടാവുക. നമ്മൾ ആ കഥാപാത്രത്തെ പറഞ്ഞ് ഉറപ്പിക്കാൻ പോയാൽ അത് ഇന്ന പ്രകാരമാണ് എന്ന് പറയാൻ പോയാൽ ആ സ്വതന്ത്ര സഞ്ചാരമാണ് തടസ്സപ്പെടുക. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും പോയിരുന്നിട്ട് സ്വന്തം നോവലിൻ്റെ വിശദീകരണം കൊടുക്കരുത് എന്ന് ആൾക്കാർ പറയുന്നത്. ആ പറയുന്നതിനകത്ത് അതാണ് അവരുദ്ദേശിക്കുന്ന സാധനം അതാണ്. അതായത് വായനക്കാരെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വായനക്കാരുണ്ടാക്കുന്നൊരു നോവലുണ്ട്. കല്യാണി അക്ഷരാർത്ഥത്തിൽ വായനക്കാരുണ്ടാക്കിയ നോവലാണ്. അതായത് ഓരോ ദിവസവും ആൾക്കാർ അതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ചെയ്ത് ഭാഷ തിരുത്തി അതിൻ്റെ കൂടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്, മറ്റവരുടെ നാട്ടിൽ അങ്ങനെയാണ്. ഇപ്പോൾ കണ്ണൂർ തന്നെ ഒരു വാക്കിന് 5 ദേശഭേദങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെ ആ കമൻറ്റുകളിൽ വന്നിട്ട് പറഞ്ഞെന്ന ആൾക്കാരുണ്ട്. ശരിക്കും അതൊരു നമ്മളൊരു സാമൂഹിക പഠനങ്ങൾക്കൊക്കെ ഒരു ഡാറ്റയായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനമാണ് അതിൻ്റെ കമൻറ്റുകൾ. അതായത് ഈ ചീത്തവിളിയും തെറിവിളിയൊന്നുമല്ല, ആ നോവലിനോട് അവർ ഇൻട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമാണ്. നമുക്കതിപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊരു ചരിത്ര രേഖയാണ്. അതായത് ഒരു വിഭാഗം ആൾക്കാർ കൂടി ഒരു നോവൽ ഉണ്ടാക്കുന്നു. നോവൽ വ്യക്തിപരമായിട്ടുള്ളൊരു നിർമ്മിതി എന്നുള്ളതിനപ്പുറത്തൊരു സാമൂഹിക നിർമ്മിതി ആവുന്നു. ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വിളക്ക് വെക്കുന്നതിൽ പോലും ആ സാധനമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തെക്കിനിയിലാണ് വിളക്ക് വെക്കുക എന്ന് പറയുമ്പോൾ അടുത്ത ആൾ പറഞ്ഞു അല്ലല്ല നമ്മുടേത് ഇപ്പുറത്തെ വരാന്തയിൽ വെക്കണം അങ്ങനെ പറയുന്നുണ്ട്. ഒരേ സാധനം വട്ടി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചതിന് വന്ന് തിരുത്തി തന്നു. കാരണം എനിക്കത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. വട്ടി എന്ന് പറഞ്ഞാൽ വയറെന്നാണ് അർത്ഥം. കുട്ടികളോട് സംസാരിക്കുമ്പം വട്ടി എന്ന് പറയാം വയറിന്. വട്ടിയിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് വയറ്റിൽ എന്താണ് കഴിച്ചതെന്നാണ്. പക്ഷെ ഗർഭിണിയോട് വട്ടി എന്ന് പറയാൻ പാടില്ല. ഗർഭിണിയോട് കുടൽ എന്ന് പറയണം. ചെറുകുടൽ വൻകുടൽ അതല്ല, കുടലൊക്കെ ആയി തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ ഗർഭിണി വയറ് തുടങ്ങിയല്ലോ. അപ്പോൾ ഈ വട്ടിയും കുടലും നമ്മളുടെ വ്യത്യാസം അറിയില്ലെങ്കിൽ അവിടെ സംഭാഷണം പാളിപ്പോവും. അത് തിരുത്തി തന്നിട്ടുള്ളത് ഇത് വായിച്ചിട്ടുള്ള വായനക്കാരാണ്. അവിടെ വട്ടി ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഓടി വന്ന് അത് ശരിക്കും നോക്കണത്. ഇനി നമ്മൾ ഓമനിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
ഗർഭിണിയെ നമ്മൾ ഓമനിക്കുന്ന സാഹചര്യമാണെങ്കിൽ, ഇപ്പം കല്യാണിയിൽ ഒരു മനുഷ്യനും ആരെയും ഓമനിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ വലിച്ചെറിഞ്ഞ് വളർത്തിയ കഥാപാത്രങ്ങളാണ് കല്യാണിയിലുള്ളത്. ആരെങ്കിലും ഓമനിച്ചോന്ന് അറിയില്ല. ആത്രേകം പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുന്ന, നമ്മൾ ഈ പറഞ്ഞ ഏകാന്തതയിൽ അനുധ്യാനിച്ച് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മഹാഭാരതത്തിലെ പാൻ ഇന്ത്യൻ വേർഷനാണത്. അതായത് ഇന്ത്യ പറഞ്ഞ സംഗതിയല്ല. സുമാട്ര, മലയ, ജാവ ദ്വീപ സമൂഹങ്ങളിൽ ശിഖണ്ഡി എന്ന് പറയുന്നത് പാണ്ഡവരുടെ ഭാര്യയാണ്. അങ്ങനൊരു വേർഷനുണ്ട്. അപ്പോൾ അതെവിടെ നിന്ന് വന്നതാണ്? വ്യാസൻ്റെ മഹാഭാരതത്തിൽ അതില്ല എന്തായാലും. അപ്പോൾ മറ്റ് മഹാഭാരതങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പേരില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ കാണും. നാട്ടുമ്പുറത്ത് ഇവിടെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുര്യോധനനുമായിട്ട് ബന്ധപ്പെട്ട നിഴൽക്കുത്ത് എന്ന് പറയുന്ന ഒരു കഥ, അതായത് പിന്നെ ദുര്യോധനൻ ഇല്ലേ, അങ്ങനെ ഒരു കഥയില്ല, ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം പാണ്ഡവരെ മുഴുവൻ നിഴൽക്കുത്ത് നടത്തിയിട്ട് കൊന്നു എന്ന് പറയുന്ന കേസുണ്ട്. അതുപോലെ ദുര്യോധനനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം പിന്നെ കൊല്ലം പത്തനംതിട്ട അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ മലനട ക്ഷേത്രം ദുര്യോധനനുള്ള. അപ്പോൾ അവിടെ അവർ വിളിക്കുന്നത് മലനട അപ്പൂപ്പൻ എന്നാണ്. അത് അതായത് നമ്മുടെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ആരാധനാ രീതികൾക്ക് പുറത്തുള്ള മദ്യം ഒക്കെയാണ് അവിടെ കാര്യസാധ്യത്തിന് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് അവിടെ അടുത്തായിരുന്നു, പക്ഷെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ജാതീയമായിട്ടുള്ളൊരു ശ്രേണി വ്യത്യാസം കാരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ, അതായത് നമുക്ക് തനിയെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ആൾക്കാരെ വിസമ്മതിച്ച കാരണമാണ് പോകാൻ പറ്റാണ്ടായി പോയത്. പിന്നെ പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കൊല്ലം പത്തനംതിട്ട അതിർത്തിയിൽ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ഭാഗത്തൂടെയാണ് അവിടെ. അപ്പം അത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഐതിഹ്യവും ഉണ്ട്. കേരളത്തിനും മഹാഭാരതത്തിൽ കേരളത്തിൻ്റെ ഒരുതായിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നതാണ് ആ കഥ. പിന്നെ ബീഹാറിൽ ഉള്ളത്, പിന്നെ ഇപ്പോൾ ശകുനി എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്ത് എങ്ങനെയാണ് മറ്റൊരു പിന്നെ വേർഷൻ കാണാം. ഓരോ കഥാപാത്രത്തിനും വേറെ വേറെ സാധനങ്ങൾ കാണും. അപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാണുകയുള്ളൂ, മറ്റത് ഇങ്ങനെ വിഭിന്നമായി വരും. അതിൽ ഏത് വേർഷൻ എടുക്കണം, നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെ പൊലിപ്പിക്കാൻ സ്ഥാപിക്കാൻ ഏതെടുത്താലാണ് നന്നാവുക എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. പിന്നെ ഓൾറെഡി വ്യാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരത് വിശ്വസിക്കില്ല എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഒറിജിനൽ മഹാഭാരതവുമായിട്ട് ഇത് താരതമ്യം ചെയ്യും എടുത്തിട്ട്. പേര് വന്നു കഴിഞ്ഞ ഉടനെ നേരെ ഓടിപ്പോയി ശബ്ദധാരാവലി നോക്കി ആത്രേകം എന്താ ഹസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പരതാഞ്ഞത്. അതായത് അതിൻ്റെ ഒരു പ്രശ്നം അതാണ്. അതായത് നമ്മുടെ പൂർവ്വബോധം എന്ന് പറയുന്നത് എഴുത്തിനെയും വായനയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അത് മുഴുവൻ അൺലേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുസ്തകം വായിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ കുറേ ആർജിത ബോധങ്ങൾ നമ്മൾ വായിച്ചതിൻ്റെ അനുശീലനങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ മൊത്തം മഹാഭാരതവുമായി ബന്ധപ്പെട്ട മുൻ ധാരണകളെ ഡിലീറ്റ് ചെയ്തിട്ട് വായിക്കാമെന്ന് ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ അതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് ഇതിഹാസവും പുരാണമൊന്നും കാര്യമായ ധാരണയില്ല. അപ്പോൾ അവർ ഈ നോവൽ വാങ്ങിക്കൊണ്ടുപോയി വായിച്ചിട്ട് വരും, നല്ല രസമുണ്ട് എന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാൻ ഇന്ത്യൻ കഥ മാത്രമാണ്. അതായത് നമ്മുടെ ഈ പൂർവ്വഭാരമില്ലാണ്ടാണ് അവർ വായിക്കുന്നത് ആത്രേകം. അത് തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നും വായന. അതായത് അത്തരത്തിലാണ് എനിക്ക് അവരുടെ റെസ്പോൺസ് ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയത്. പിന്നെ അതായത് ആ ഒരു പുതിയ തലമുറ ആത്രേകം വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല കൗതുകമുള്ളൊരു വിഷയമായിരുന്നു, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അവർക്ക് യാതൊന്നും അറിയില്ല. അതായത് പിന്നെ ഇപ്പം ദ്രുപദനുമായിട്ടുള്ള സംഘർഷം ഉണ്ടല്ലോ, ദ്രോണരും ദ്രുപദനും തമ്മിലുള്ള സംഘർഷം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം അതറിയാം. ഈ അരിമാവ് കലക്കിയതും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം. നമുക്ക് കുറച്ച് ഫീലിങ്സ് എല്ലാം ഉണ്ട്, അശുദ്ധമാവയ്യോ പാവം എന്നൊക്കെ. അവർക്കിതറിയില്ല, ഈ കഥയേ അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് പിന്നെ അർജുനൻ പിന്നെ ദ്രോണരെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ദ്രുപദൻ ദ്രുപദനെ പിടിച്ചു കെട്ടി അർജുനൻ കൊണ്ടുവന്ന്. അപ്പം ദ്രോണർക്കുള്ള ഗുരുദക്ഷിണയായിട്ടാണ് അത് ചെയ്തത്. അത്രയേ ഉള്ളൂ. അവരതുകൊണ്ട് തൃപ്തരാ, അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. അവർ തമ്മിലുള്ള പ്രശ്നം എന്താ, അതേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതായത് ദ്രോണരും ദ്രുപദരും തമ്മിലുള്ള ഇഷ്യൂ എന്താണ് അത് പറഞ്ഞാൽ അവർ തുടർന്ന് വായിക്കും. അപ്പം നമ്മൾ അപ്പുറത്ത് പോയിട്ട് വ്യാസനുമായിട്ട് തട്ടിക്കുന്ന പരിപാടി ഇല്ല. പക്ഷെ മുതിർന്ന വായനക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ വായിച്ചു വെച്ചിട്ടുള്ള മഹാഭാരതമായിട്ടൊരു കമ്പാരിസൺ നടക്കും. ഇപ്പം നമ്മളാണെങ്കിലും ഒരു പുസ്തകം വായിക്കും, അത് തന്നെയാണ് സംഭവിക്കുക. രാമായണം ബേസ് ചെയ്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ത്രെഡ് അവിടെ കിടക്കും. അങ്ങനെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ലങ്കാലക്ഷ്മി വായിക്കുന്നത്. സംഗമനം അവിടെ ഉണ്ടല്ലോ. കാഞ്ചന സീതയാണെങ്കിലും സാകേതമാണെങ്കിലും നമ്മൾ ഈ രാമായണ നാടകത്രയം മുഴുവൻ വായിക്കുന്ന സമയത്ത് നമ്മുടെ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എടുക്കുന്ന രാമായണമാണ്. അതിനകത്തുള്ള രാമായണ വകഭേദങ്ങളെക്കുറിച്ചും കൂടി സാമാന്യ ധാരണ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രാവണപുത്രി ഉൾക്കൊള്ളുന്നത്. അത് വേറെ തന്നെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു ബോധം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കൂടി മനുഷ്യർ
ഉള്ളിലോട്ട് വലിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ കാര്യങ്ങളെ കുറേ കൂടി വിശാലമായി സ്വീകരിച്ചിരുന്ന ആ വായനാ സമൂഹത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ അങ്ങനെ ആവാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് അതിൻ്റെ റെസ്പോൺസ് പോകുന്നത് ഞാൻ കാണുന്നത്. അതല്ല അതിനത്രയും അങ്ങനെയല്ല, അതായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അർജുനൊന്നും അങ്ങനെ മോശമാവാൻ കഴിയില്ല, ധ്രുപദൻ അങ്ങനെ മോശമാവാൻ പറ്റില്ല, കൃഷ്ണ വളരെ ഇഷ്ടത്തോടെ തന്നെയായിരിക്കും 5 ഭർത്താക്കന്മാരെയും കൂടെ ജീവിച്ചിട്ടുണ്ടാവും, അതങ്ങനെ ഞങ്ങളല്ല എന്ന് പറയുക. ഉലൂബി പിന്നെ അങ്ങനെ ആയിരിക്കും. ഇരാവനെ ഒരു അച്ഛനും മകനെ കൊല്ലാൻ കഴിയുമോ? 2025 നിന്നിട്ടാണ് എൻ്റെ അച്ഛനും മകനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും എല്ലാം കൊല്ലാം, അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം അത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്താം. നമുക്ക് എത്താൻ പോകുന്ന ഒറ്റ സാധനം യുക്തി എന്ന് പറയുന്നൊരു സാധനമാണ്. നമ്മളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്തി എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഫോർമലിസ്റ്റിക് സംഭവമാണ്. അതായത് പഴയ കാലത്തൊരു നിരൂപണ പദ്ധതി വെച്ചിട്ടാണ് നമ്മൾ യുക്തി വെച്ചിട്ട് അളക്കുക. ഒരു കൃതിയെയും യുക്തി വെച്ചിട്ട് അളക്കാൻ പറ്റില്ല, ഫിക്ഷനെ. പുതിയ കാലത്ത് ഉംബർട്ടോ എക്കോ വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അതായത് എഴുത്തുകാരൻ പറയുന്നതൊരു നുണയാണ് എന്ന് വായനക്കാരനറിയാം. പക്ഷേ വായനയുടെയും ആസ്വാദനത്തിൻ്റെയും ഒരു ഘട്ടത്തിലും അത് നുണയാണ് എന്ന വസ്തുത തങ്ങൾക്കറിയാമെന്നവർ ഭാവിക്കുകയേയില്ല. തങ്ങൾക്കത് അറിയില്ല എന്നവർ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഉംബർട്ടോ എക്കോ പറയുന്ന വായനയെക്കുറിച്ചുള്ളത്. യുക്തിയും ആസ്വാദനവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഫിക്ഷൻ യുക്തി ഉപയോഗിച്ച് അളക്കേണ്ട ഒന്നല്ല. അങ്ങനെ യുക്തി ഉപയോഗിച്ച് ഫിക്ഷനെ അളക്കുക എന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള 3-ൽ 2 പിന്നെ കൃതികൾ നമുക്ക് തള്ളേണ്ടി വരും. അപ്പം അത്തരത്തിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഉണ്ടാക്കി വയ്ക്കുന്ന സാങ്കല്പികമായ ഭൂപ്രദേശവും അവിടെയുള്ള മനുഷ്യർ സത്യസന്ധമായിട്ടുള്ള മനുഷ്യരാണ്, അത് റിയാലിറ്റി ആണ് എന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമവും ഒക്കെ വായനക്കാർ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അതിനെ സ്വീകരിക്കുന്നത്. അതാണ് ശരിയായ വായന എന്ന് പറയും. ആ ഒരു തരത്തിലുള്ള വായനകളാണ് ശരിക്കും ഒരു പുസ്തകത്തെ പൂരിപ്പിക്കുക. പല തലങ്ങളിലുള്ള വായനകളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ FIUGP ആണ്. ഇപ്പം ബാൻഡുകളുണ്ട്. 100ൻ്റെ ബാൻഡ്, 200ൻ്റെ ബാൻഡ്, 300ൻ്റെ ബാൻഡ്, 400ൻ്റെ ബാൻഡ്, അങ്ങനെ പോകും ബാൻഡ്. അത് ഡിഫിക്കൽട്ടി ലെവൽ, നമുക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഡിഫിക്കൽട്ടി ലെവൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് 100ൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ആൾക്കാരെ നമ്മൾ അവിടെ നിർത്തുക, അവരെ പതുക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം 100ന് കൊടുക്കുന്നതല്ല 200ൻ്റെ ലെവലിലേക്ക് കൊടുക്കുന്നത്. അവിടുന്ന് 300ൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ കുറേ കൂടി കൂടുതലാണ്. വളരെ അപൂർവം കുട്ടികൾ FIUGP പ്ലാൻ പ്രകാരം, പദ്ധതി പ്രകാരം ലാസ്റ്റ് 75% മാർക്കോട് കൂടി 4ാമത്തെ വർഷത്തിലേക്ക് പോകും. മറ്റുള്ളവർ അതാത് ഘട്ടത്തിൽ വെച്ച് അവരുടെ അഭ്യാസം അവസാനിപ്പിക്കും. ഇത് വായനയിൽ വളരെ കറക്റ്റാണ്. അതായത് ഓരോ ബാൻഡും ചിലപ്പോൾ അവർ പിന്നെ മുകളിലേക്ക് വന്നുവന്നിരിക്കാം, ചിലപ്പോൾ അവർ അതത് ബാൻഡുകളിൽ നിൽക്കും. അവർക്ക് അവിടെ നിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ബാൻഡിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രശ്നം. അപ്പം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലാത്ത ഒരു പുസ്തകത്തെ ഞാൻ കയറി വിലയിരുത്തുന്നത് ആ പുസ്തകത്തോട് കാണിക്കുന്ന അനീതിയാണ്. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ നിൽക്കുന്ന 100ൻ്റെ ബാൻഡിലാണെങ്കിൽ ഓക്കെ, നിങ്ങളവിടെ നിൽക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ 100ൻ്റെ ബാൻഡിൽ മാത്രം നിൽക്കാനുള്ള ധൈഷണിക ശേഷിയും ബൗദ്ധിക ശേഷിയും വെച്ചുകൊണ്ട് 500ൻ്റെ ബാൻഡിൽ നിൽക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ വിലയിരുത്താൻ പോകുമ്പോഴാണ് അത് അപഹാസ്യമാവുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് കാണുന്നത് എന്നുള്ളതാണ്. മറ്റു തരത്തിലുള്ള വിമർശനങ്ങളും നിരൂപണങ്ങളും പുസ്തകത്തിന് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം കല്യാണി വന്നിട്ട് 6 വർഷമാവുന്നു, ആത്രേയം വന്നിട്ട് 1 വർഷം. ആഗസ്റ്റ് ടു ആഗസ്റ്റ് ആകുമ്പോൾ 1 വർഷമായി. അപ്പം സെപ്റ്റംബറും ഒക്ടോബറും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം കൊണ്ടാണ് അത് ഈ നേരത്തെ പറഞ്ഞ 30 അവിടം വരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ബാൻഡുകളിലുള്ള വായനക്കാർ ആ പുസ്തകം വായിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ബാൻഡുകളും ഇതൊരു ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് പുസ്തകമാണ് ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടല്ലോ. അതായത് വിറ്റുപോകുന്ന പുസ്തകങ്ങൾ നല്ലതാണോ, ഒരുപാട് പതിപ്പ് പോയാൽ അത് പൈങ്കിളിയാകുമോ? അപ്പം പിന്നെ കല്യാണിയെ ഒരു സിലബസിൽ ഞാൻ ഉൾപ്പെടുത്തി കണ്ടത് ജനപ്രിയ സാഹിത്യത്തിലാണ്. അതിൻ്റെ ഒരു പിന്നെ മോശമെന്ന് പറയല്ല, നിങ്ങൾക്ക് താല്പര്യം അതാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെയും വഴങ്ങും. അത് പുസ്തകം കുഴച്ച മാവാണ്, നിങ്ങൾക്ക് എന്ത് പലഹാരം വേണേൽ ഉണ്ടാക്കാം. പക്ഷെ അത് ജനപ്രിയത്തിൻ്റെ ബാൻഡിലാണ് ആ പുസ്തകം വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച് നോക്കുക. കല്യാണി ഒരു ജനപ്രിയ കൃതിയാണെന്ന് പറയാനുള്ള കാരണം അത് പിന്നെ എത്രയാണ് 50,000 60,000 എങ്ങാനും കോപ്പി പോയി എന്നുള്ളതാണ്. ഇത് കൂടുതൽ വായിക്കപ്പെട്ടാൽ പൈങ്കിളിയായിരിക്കും അതല്ല, അങ്ങനെ അവർക്കുള്ള ഉത്തരമാണത്. അതല്ല, അത് ഈ ബാൻഡ് ഇഷ്യൂ ആണ്. അതായത് എല്ലാ ബാൻഡിലുള്ള വായനക്കാർക്ക് ആ സാധനം ഡൈജസ്റ്റ് ആയതിനെ കൊണ്ടാണ് അത് അത്രയും പോകുന്നത്.
അല്ലാതെ ഒരു ബാൻഡിൽ തന്നെ ചിലപ്പം 20,000 30,000 പോയി എന്നിരിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. ചില പുസ്തകങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ വരും. അത് ഓരോ ലെവലിലും നിന്നുകൊണ്ട് അവരോട് സംവദിക്കും, അത്രയേ ഉള്ളൂ. കല്യാണിയുടെ കാര്യത്തിലും അതാണ് എൻ്റെ അനുഭവം. അതായത് ഞാനല്ലാതെ എഴുതിയത് എന്നുള്ളൊരു ബോധത്തോടു കൂടി വായിച്ചാൽ, ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഞാനൊരു സാഹിത്യ അധ്യാപികയും ഗവേഷകയും കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നോവൽ എന്തെന്നാണെന്നുള്ള സംഗതി മാറ്റി വെച്ചിട്ട് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. മറ്റു ചില നോവലുകളും കൂടി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മികച്ച നോവലുകൾ ടോപ്പ് 10 വരുന്നത് കാണാം. മികച്ച നോവലുകൾ ടോപ്പ് 10 ഉണ്ടല്ലോ, കൂടുതൽ വിറ്റ് പോകുന്നതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ തരത്തിൽ വായിക്കപ്പെടുന്നത് പുസ്തകത്തിൻ്റെ തെറ്റല്ല, എഴുത്തുകാരുടെയും തെറ്റല്ല. പക്ഷേ പിന്നെ അത് നേരെ മറിഞ്ഞു വരും ചിലപ്പോൾ. അത് അത്തരത്തിലൊരു ഇമേജ് ഉണ്ട്. വായിക്കപ്പെടാതിരിക്കുന്നതും പുസ്തകത്തിൻ്റെ തെറ്റല്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് ആ ബാൻഡിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതെത്തുന്നത് എപ്പോഴും താഴെന്ന് ഈ പറഞ്ഞ മാതിരി ആൾക്കാർ സംസാരിച്ച് ഇതുപോലെ ചർച്ചകളിൽ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ കണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഏർപ്പാടും ഇതിനകത്തില്ല. ഇത് വളരെ സുതാര്യമാണ്. അപ്പം ഒരു പുസ്തകം അങ്ങനെ മഹാകവികളുടേത് പോലും എല്ലാ രചനകളും മഹത്തല്ല. അത് പണ്ട് ഞങ്ങളെ PG ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രഭാകരൻ മാഷ് പറയുന്നതാണ്. N പ്രഭാകരൻ എൻ്റെ അധ്യാപകനാണ്, അദ്ദേഹം പറഞ്ഞാണത്. മഹാകവികൾ പൊട്ടക്കവിതകൾ എഴുതിയിട്ടുണ്ട്, എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാമെന്ന്. അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം എഴുത്ത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്, ആര് എന്ത് എന്നുള്ളതല്ല. അപ്പം ഇതാണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ജീവിതം എന്നുള്ളൊരു ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് മാത്രം. അതായത് ഇതിൽ അപ്പുറത്തെന്തെങ്കിലും പറഞ്ഞാൽ സ്വന്തം പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചൊന്നാവും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു വെച്ചത്.